നമസ്കാരം. നമസ്കാരം സാർ, ഒരു സംശയം. കേരളത്തിലെ എല്ലാ പാർട്ടികളും, കോൺഗ്രസും CPM എല്ലാം പേരിനെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വനിതകളെ എത്തിക്കാറുണ്ട്. BJP മാത്രം ആ രംഗത്ത് പരാജയപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് കേരളത്തിലെ ആൺ-പെൺ വ്യത്യാസമില്ലാതെ തന്നെ ഒരു ലീഡർഷിപ്പ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ BJPയിലെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനമോ വരുന്ന നേതാവാണ്, അല്ലെങ്കിൽ ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. അവരത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അവർ മത്സരിക്കുന്ന ഓരോ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കുന്ന സീറ്റിൽ നല്ല വോട്ട് കിട്ടുകയും മറിച്ച് രണ്ടാമത് വരുമ്പോൾ അവർക്ക് ആ സീറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അത് എന്തുകൊണ്ട് BJPയിൽ അങ്ങനെ ഒരു സ്ത്രീകളോട് കേരളത്തിൽ മാത്രം, കേന്ദ്രത്തിലേക്ക് നിർമ്മലാ സീതാരാമൻ ഉണ്ടായിരുന്നു, സുഷമാ സ്വരാജ് ഉണ്ടായിരുന്നു, സ്മൃതി ഇറാനി ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ട്, കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു അവഗണന ശോഭാ സുരേന്ദ്രനോട് കാണിക്കുന്നു? ശോഭാ സുരേന്ദ്രനോട് എന്നും BJPക്കുള്ളിൽ അവഗണന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ BJPയുടെ വോട്ട് ഷെയർ കുത്തനെ കയറ്റിക്കഴിഞ്ഞാൽ അടുത്ത തവണ അവരെ മത്സരിപ്പിക്കില്ല. ആ സ്ഥലം പിന്നീട് മറ്റു പുരുഷ കേസരികൾ കൈയടക്കും. അത് വടക്കാഞ്ചേരി മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, ആലപ്പുഴ വരെയുള്ള ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമാണ്. നമുക്ക് ആദ്യം തന്നെ വടക്കാഞ്ചേരിയും തുടങ്ങാം. അതായത് പുരുഷ കേസരികൾ ഇപ്പം എന്തൊക്കെ ചെയ്തു നമുക്ക് അടുത്ത് കടക്കുന്നതിന് മുമ്പ് വടക്കാഞ്ചേരിയിൽ അവർ 2004 അവർ മത്സരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ അവിടെ മുരളീധരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം തോൽക്കാനുണ്ടായി. മന്ത്രിയായി വന്നപ്പോൾ തോൽപ്പിച്ചാൽ ഞാനും ഒരു പങ്കുണ്ട് അവിടെ തോൽപ്പിക്കുന്നതിൽ. അതിൽ അന്ന് ശോഭാ സുരേന്ദ്രൻ ആരാന്ന് നമുക്കറിയില്ല. 10,643 വോട്ടാണ് അവിടെ കിട്ടിയത്, മൂന്നാം സ്ഥാനത്ത് എത്തിയത്. ഒരു കാലഘട്ടത്തിലും വടക്കാഞ്ചേരിയിൽ BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്ത സ്ഥലത്താണ് 10,000 വോട്ട് പിടിച്ചെടുത്തത്. അതിന് മുമ്പ് അവർ പാലക്കാട് മത്സരിച്ചപ്പം ഉണ്ടായിട്ടുള്ളത് എന്താ വെച്ചാൽ, അതിന് ശേഷം അവർ പാലക്കാട് മത്സരിച്ചപ്പം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് അവർ ഷാഫി പറമ്പിലായിരുന്നു അവിടെ പാലക്കാട് നിന്ന് വിജയിച്ചത്. 54,466 വോട്ടാണ് കിട്ടിയിരുന്നത്. അന്ന് ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് കിട്ടിയാറോ? 40,076 വോട്ട് കിട്ടി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, രണ്ടാം സ്ഥാനം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിൽ BJPക്ക് ഇത്രയധികം വോട്ട് കിട്ടുന്നത്. അതവിടെ കഴിഞ്ഞില്ല. 2016 ലോക്സഭാ മണ്ഡലത്തിൽ അവർ വീണ്ടും മത്സരിച്ചപ്പോൾ അവർ വോട്ട് ഷെയർ എത്ര എത്തിയത്? ടോട്ടൽ 1,36,557 വോട്ട് നേടിയവർ. അവിടെ ശോഭാ സുരേന്ദ്രൻ 40,076 വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് അവരെ അവിടെ നിർത്തിയില്ല. സ്വാഭാവികമായിട്ടും പാലക്കാട് നിർത്തിയിരുന്നെങ്കിൽ അത്രയും വോട്ട് നേടിയിരുന്ന ആൾ ശോഭാ സുരേന്ദ്രന് പിന്നെ 15,000 നിന്നാണ് അതിന് മുമ്പേത്തെ തവണ മത്സരിച്ചപ്പോൾ 15,000 വോട്ട് കിട്ടുന്നതിനാണ് 20,000 വോട്ട് അവർ വർദ്ധിച്ച് അവിടെ എത്തിയത്. അത് ടോട്ടൽ വോട്ട് അന്ന് ലോക്സഭാ മണ്ഡലത്തിൽ 1,36,587 വോട്ട് നേടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ ആറ്റിങ്ങലാണ് മത്സരിപ്പിക്കുന്നത്. ആറ്റിങ്ങലിൽ അവർ മത്സരിച്ചപ്പം ഡോക്ടർ A സമ്പത്തായിരുന്നു അവിടെ വിജയിച്ചിരുന്നത്. 3,38,275 വോട്ടാണ് 2014 അവിടെ ആറ്റിങ്ങൽ കിട്ടിയത്. അവിടെ ബിന്ദു കൃഷ്ണയ്ക്ക് 2,79,764 വോട്ടാണ് കിട്ടിയിരുന്നത് 2014 ഇലക്ഷനിൽ. അവിടെ 1,40,652 വോട്ടാണ് ആർക്ക് കിട്ടിയത്? BJP സ്ഥാനാർത്ഥി കിട്ടിയത്. എന്നാൽ 2019 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പം എത്ര വോട്ടായി മാറി അറിയാമോ? 2019 ശോഭാ സുരേന്ദ്രന് 2,48,081 വോട്ടായി മാറി. 24.69% മാറ്റി. അതായത് 1,00,000 മേതെയുള്ള വോട്ടിൽ നിന്ന് 1,40,000 1,00,000 വോട്ടാണ് ആറ്റിങ്ങൽ നിർത്തി. അവിടെ മണ്ഡലം സുരക്ഷിതമാണെന്ന് കണ്ടപ്പോൾ 2024 അവിടെ ആരെ മത്സരിപ്പിക്കണം? മുരളീധരനെ മത്സരിപ്പിച്ചു. മുരളീധരനെ മത്സരിപ്പിച്ചു. മനസ്സിലായോ? ഇപ്പം നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന എവിടെയാണ്? ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ, അതായത് 2014 ഇലക്ഷനിൽ എത്ര വോട്ട് കിട്ടിയെന്ന് അറിയാമോ? അവിടെ BJP 12.1% വോട്ടുണ്ടായിരുന്നത്. 1,21,081 വോട്ടാണ് കിട്ടിയിരുന്നത്. പിന്നെ അവിടെ അന്ന് 4,62,000 വോട്ടാണ് KC വേണുഗോപാലിന് കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ആലപ്പുഴയിലുണ്ടായ മാറ്റമാണ് ഏറ്റവും പ്രധാനം. ആലപ്പുഴയിൽ ഇത്തവണ വോട്ട് ഇടിച്ചു കയറി. ഇപ്രാവശ്യം അരൂരിൽ മാത്രം
37,491 വോട്ടാണ് ആര് നേടിയത്? ശോഭാ സുരേന്ദ്രൻ നേടിയത്. ചേർത്തലയിൽ 40,474 വോട്ട് നേടി. ഇത് 2024 ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ ആലപ്പുഴയിൽ 35,594 വോട്ട് നേടി. അമ്പലപ്പുഴയിൽ 37,547 വോട്ട് നേടി. കോൺഗ്രസ് ആയിട്ടുള്ള CPM ആയിട്ടുള്ള വ്യത്യാസം എത്ര അറിയോ? 110 വോട്ടിൻ്റെ വ്യത്യാസമാണ്. അതായത് 37,657 വോട്ടാണ് അമ്പലപ്പുഴയിൽ ആർക്ക്? അല്ല, CPM-ന്, ആരിഫിന്. അവിടെ 52,000 വോട്ടുണ്ട് ആർക്ക്? വേണുഗോപാലിന്. 37,547 വോട്ട് എന്ന് പറയുമ്പോൾ നെക്കെത്തി. പിന്നെ ഹരിപ്പാട് സെക്കൻഡ് എത്തി. അവിടെ 47,121 വോട്ടാണ് BJP-ക്ക്. CPM-നോ 41,769 വോട്ടായി. കായംകുളത്താണ് ഏറ്റവും രസകരം. അവർ ലീഡ് ചെയ്തു. അല്ല, കായംകുളത്ത് 50,216 വോട്ടാണ് വേണുഗോപാലിന് കിട്ടിയതെങ്കിൽ 48,775 വോട്ട് കിട്ടി. 48,775 വോട്ട് കിട്ടി. അതായത് 12,000 വോട്ടിന്റെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്. അല്ല, 2,000 വോട്ടിന്റെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത്. CPM 48,020 വോട്ടേ ഉള്ളൂ. 700 വോട്ടിന് പിന്നിലാണ്. അപ്പൊ അതായത് പിന്നെ കരുനാപ്പള്ളിയാണ്. കരുനാപ്പള്ളി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. അവിടെ കോൺഗ്രസ് 57,955, CPM 49,050, ഏകദേശം തൊട്ടടുത്ത് 48,831. 3 ലക്ഷത്തോളം വോട്ട്, 2,99,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ എന്ന് പറയുന്ന CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ, പുന്നപ്ര വയലാറിന്റെ എല്ലാം ചരിത്ര പാരമ്പര്യമുള്ള, കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും CPM-ന് അടിവേരുള്ള സ്ഥലത്ത് ശോഭാ സുരേന്ദ്രൻ നേടിയത്. അതായത് ഓരോ തവണയും അവരെവിടെ മത്സരിക്കുന്നു അവിടെ മത്സരിച്ച് അവിടെ BJP-ക്ക് അടിത്തറ പാകിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് മാറ്റും. സ്വാഭാവികമായിട്ട് പാലക്കാട് രണ്ടാമത് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ആര് ജയിക്കായിരുന്നു? ശോഭാ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു. 2014 കഴിഞ്ഞ് 2021 അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെതാകുമായിരുന്നു പാലക്കാട്. അതേപോലെ ആറ്റിങ്ങല് 1 ലക്ഷം വോട്ടാണ് കയറ്റിയത്. ഈ 1 ലക്ഷം വോട്ട് കയറ്റിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ സീറ്റ് കൊണ്ടുപോകുമായിരുന്നു. നെക്കാണ് എല്ലാവരും. അതിലൊരു ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ, ഈ BJP ഭിന്നബിൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ ഇവർ കണക്കാക്കുന്നതിൽ പല സീറ്റുകളും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് പാർലമെൻറ്റിലേക്കോ അസംബ്ലിയിലേക്കോ മത്സരിച്ച് രണ്ടാമതോ അല്ലെങ്കിൽ അതുപോലെ കാര്യമായി വോട്ട് പിടിച്ച സീറ്റുകൾ മാത്രമാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ, സുരേഷ് ഗോപി ജയിക്കുന്ന BJP അല്ല, ശോഭാ സുരേന്ദ്രൻ പിടിച്ച് വോട്ട് ഇവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ BJPയുടെ സ്ഥാനാർത്ഥി ഉടനെ ആരെങ്കിലും ചെല്ലുകയാണ് അങ്ങോട്ട് ജയിക്കാനായിട്ട് കുറച്ച് വോട്ട് 10,000 വോട്ട് 500 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഉടനെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് ഏറ്റവും നല്ല കോന്നി വരെ പോയി 2 സ്ഥലത്ത് മത്സരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഈ ആർത്തിയുണ്ടല്ലോ, ആർത്തിപ്പണ്ടാരങ്ങളുള്ള പുരുഷ കേസരികളുടെ ഒരു കൂട്ടായ്മയാണ് BJP. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന തീപ്പൊരി നേതാവിനെ എല്ലാ തരത്തിലും ഒതുക്കി വെട്ടിമാറ്റി വീണ പൂവാക്കി മാറ്റാൻ, വെട്ടി വീണ പൂവായി മാറാം. വീണ് കഴിഞ്ഞാൽ പിന്നെ നശിക്കല്ലോ. ആ രൂപത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ശക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വരുന്നതുകൊണ്ടാൽ അവിടെ മറ്റ് സിനിമാ താരങ്ങൾ വരുന്നതിനെക്കാട്ടും ആൾക്കൂട്ടം ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ആൾക്കൂട്ടം രൂപപ്പെടും. അങ്ങനെ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് പിടിക്കുന്നത് നമ്മളാരും സ്വപ്നത്തിൽ കരുതിയല്ല. മാത്രമല്ല ആറ്റിങ്ങലിൽ അവർ മത്സരിച്ചിരുന്നെങ്കിൽ തൊട്ട് മുമ്പ് KS രാധാകൃഷ്ണൻ ആലപ്പുഴ മത്സരിക്കുമ്പോൾ 2 ലക്ഷത്തിനടുത്ത് വോട്ടേ ഉള്ളൂ. ഇത്രയും അറിയപ്പെടുന്ന KS രാധാകൃഷ്ണൻ എല്ലാ ബന്ധങ്ങളുണ്ട്. എന്നിട്ടും ആറ്റിങ്ങൽ അവർക്ക് വീണ്ടും കൊടുത്തിരുന്നെങ്കിൽ ആ ആറ്റിങ്ങൽ സീറ്റ് പിടിച്ചെടുക്കുമായിരുന്നു. അതിന് യാതൊരു സംശയവും വേണ്ട. അവര് 1 ലക്ഷം വോട്ടാണ് കൂടിയതെങ്കിൽ വീണ്ടും 1 ലക്ഷം വോട്ട് അവർ കൂട്ടും. ബേസ് ഉണ്ടാക്കിയവര് എവിടെ പോയാലും അവിടെ വോട്ട് കൊഴിഞ്ഞു പോവല്ല. അപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ച് സുരേഷ് ഗോപി പോയപ്പോൾ അവിടെ വോട്ട് പോയി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല. BJP-ന്റെ അടിത്തറ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് പിന്നെ ആര് മത്സരിച്ചാലും ആ വോട്ട് കിട്ടും. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുക എന്നാണ് വ്യക്തിപരമായ ഗ്ലാമർ പ്ലസ് BJP-യുടെ സംഘടനാ ശക്തി. ശോഭാ സുരേന്ദ്രൻ ജയിക്കുക എന്നാണ് വ്യക്തിപരമായ ഗ്ലാമറിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ വിജയം കൂടി. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവർ ജയിക്കുന്നത്.
ശോഭാ സുരേന്ദ്രൻ്റെ ഗ്ലാമർ സിനിമാടി എന്നൊന്നും പറഞ്ഞല്ല ജയിക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വർക്ക് ചെയ്യുകയും വോട്ട് കിട്ടുകയും ചെയ്യുന്നത്. ആ വോട്ടപ്പോൾ അടിത്തറ ആയി മാറും. മറ്റു സുരേഷ് ഗോപിയുടെ മാറിയില്ല. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ സംസ്ഥാന BJP പ്രസിഡന്റ് ആവേണ്ടതായിരുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കൃഷ്ണദാസ് പക്ഷവും മുരളി പക്ഷവും കെ സുരേന്ദ്രൻ പക്ഷവും ബാക്കി എല്ലാ പക്ഷവും കൂടി ഡൽഹിയിൽ പോയി അവർ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു. ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നപ്പോൾ എന്തായി? രാജീവ് ചന്ദ്രശേഖരൻ എല്ലാ വിഭാഗങ്ങളെയും ഒതുക്കി. എ മുരളീനെയും കെ സുരേന്ദ്രനെയും കൃഷ്ണദാസിനെയും അവരെയൊക്കെ മാറ്റി നിർത്തി. ശോഭാ സുരേന്ദ്രനെയൊക്കെ ഇവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയോ? അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, സുരേഷ്, അഡ്വക്കേറ്റ് സുരേഷ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭൂലോക തരികിടയാണ്. അദ്ദേഹം 43 ലക്ഷത്തിൻ്റെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്, ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ആ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ BJP സ്വന്തം നേതാവ് ഇങ്ങനെ ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ വന്നപ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കണ്ടേ? അങ്ങനെ മര്യാദയൊന്നുമില്ല. ഇയാളാണെങ്കിൽ ലോകത്തെ എല്ലാ സ്ത്രീ വിഷയങ്ങളിൽ ഭയങ്കര താല്പര്യമുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ പല പെൺകുട്ടികളും പരാതി കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ പരാതി കൊടുക്കുന്ന പുറത്തു വന്നു കഴിഞ്ഞാൽ BJPന്റെ അടിത്തറ തന്നെ ഇളകിപ്പോവും. അങ്ങനെ ഒരാളെ മുന്നിൽ നിർത്തിയിട്ടാണ് ശോഭാ സുരേന്ദ്രനെയും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും കൃഷ്ണദാസിനോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ആരോട് പറയണം? ഈ സുരേഷിനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് മാറുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മേയറാക്കി കൊണ്ടുവന്നു. ശ്രീലേഖ എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് വന്ന ആളാണ്. അവിടെ ജനങ്ങളുമായി യാതൊരു ബന്ധമില്ല. അവിടെ കൗൺസിലർമാർക്ക് ആർക്കും ഇഷ്ടമല്ല. 50 കൗൺസിലർമാരിൽ ചിലപ്പോൾ ശ്രീലേഖന്റെ ഒരു വോട്ട് മാത്രം കിട്ടായിരിക്കാം. ബാക്കി 49 പേരും 4 പേര് കൂട്ടായിരിക്കാം. 45 പേരും എതിരാണ്. രാജീവ് ചന്ദ്രശേഖർ അവരെ പേരും കൊണ്ട് ഡൽഹിയിൽ പോയി. എങ്ങനെ വെട്ടിമാറ്റപ്പെട്ടു? ഇവിടെ നിന്ന് വി മുരളീധരനും കെ സുരേന്ദ്രനും കൃഷ്ണദാസും അവിടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം പിണറായിനെ ഇറക്കി കളിച്ചു. ആര്? പിന്നെ മറ്റു കെ സുരേന്ദ്രൻ, വി മുരളീധരൻ. കാരണം അവർക്ക് പഴയ കച്ചവടമുണ്ടല്ലോ, ആ കച്ചവടത്തിലെ പങ്കാളികളാണല്ലോ ഇവര്. അപ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരത്ത് 16 സീറ്റിൽ BJPയെ വിജയിപ്പിച്ചെടുത്ത ആരാ? പിണറായിയാണ്. 16 സീറ്റ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ 10 സീറ്റ്, 6 സീറ്റ് മറ്റുള്ള സ്ഥലത്തും കൂടെ 16 സീറ്റിൽ മത്സരിപ്പിച്ചിട്ടാണ് ജയിപ്പിച്ചെടുത്തിട്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. എന്താവട്ടെ, VV രാജേഷ് വന്നത് നന്നായി. ഒരു അങ്ങനെ വേറെ കുഴപ്പക്കാരനൊന്നായി ഇതുവരെ തോന്നിയില്ല. അദ്ദേഹം പവർ ബ്രോക്കർ എന്നാണ് അറിയപ്പെട്ടത്. പിണറായിൻ്റെയും കെ സുരേന്ദ്രനെയും വി മുരളീധരനും ഇടനിലക്കാരായി, BJPയുടെയും CPM-ന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച് ഏതെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ പരസ്പരം വിഹിതം വെക്കുന്ന ആളെന്നാണ് അദ്ദേഹത്തെ പറ്റി മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടാക്കിയുള്ള തർക്കം പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാക്കുന്ന തർക്കമാണ്. കാരണം ശബരിമല ഗോൾഡ് സ്കാം, അതായത് സ്വർണ്ണ തട്ടിപ്പിന്റെ അതിന്റെ ചർച്ച മാറ്റിയിട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീലേഖയും ഇവർ തമ്മിൽ തല്ലുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് പറയാം. കാരണം അവര് ഫൈറ്റ് ചെയ്യുന്ന ഉണ്ണിയാർച്ച ആവാം. അപ്പൊ അവര് പിണറായി വിജയനെതിരെ നടത്തുന്ന പോരാട്ടം നമ്മൾ അവര് തന്നെ ഒരു അഴിമതി കൊണ്ടുതന്നെ AI ക്യാമറ വിഭാഗത്തിൽ പിണറായി വിജയന്റെ മകന്റെ അമ്മായി ഭാര്യയുടെ അച്ഛന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രാഞ്ചൈസി ആയിട്ട് 5 പൈസ മുടക്കാതെ ഇവിടെ ഏത് ക്യാമറയിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിയാലും അത് അവിടെ അങ്ങേക്ക് ഷെയർ കിട്ടും എന്നുള്ള രൂപത്തിലാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ എങ്ങനെ വെട്ടിമാറ്റുക എന്നുള്ളത് പിണറായിന്റെ ആവശ്യമാണ്. കണ്ണൂരും കാസർഗോഡും അതേപോലെ ധർമ്മടത്തും മട്ടന്നൂരും കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ പോയിട്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അതിന് സമാനമായ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJPയിൽ വെട്ടി പിണറായി വിജയൻ ഇഷ്ടമില്ലാത്ത കാൻഡിഡേറ്റ് തോറ്റോ. ഇപ്പുറത്ത് KM ഷാജി മുസ്ലിം ലീഗിൽ കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചോ. കുഞ്ഞാലിക്കുട്ടിക്കും പിണറായി വിജയനും ഇഷ്ടമില്ലാത്ത നേതാവ്. ഇപ്പുറം ബലറാം, പിണറായി വിജയനെ ഏറ്റവും ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന വേറൊരാളാണ്. ബലറാം തോറ്റോ. പിണറായിയോട് താല്പര്യമില്ലാത്ത BJPയിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ തോൽപ്പിക്കപ്പെടും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ അവസ്ഥ പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ BJPയിലെ ഒരു K മുരളീധരനാണ് ശോഭാ സുരേന്ദ്രൻ. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന അവർക്ക് കൊടുത്തിട്ടില്ല. BJPയിൽ സ്ത്രീലേക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ഒരു കൊല്ലം മുമ്പ് വന്ന സ്ത്രീലേക്ക് കൊടുത്ത ഒരു പ്രാധാന്യം പോലും കൊടുക്കാതെ ഓരോ മണ്ഡലത്തിൽ നിർത്തും, വോട്ട് പിടിച്ചെടുക്കും, അവസാനം അടുത്ത മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു വോട്ട് യന്ത്രം മാതിരിയുള്ള ഒരാളാണ്
ഈ അസംബ്ലി ഇലക്ഷൻ മുമ്പ് അവർക്കൊരു തീരുമാനം എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനം ആരല്ല എന്തെല്ലാം പറഞ്ഞാൽ അധികാരവും സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇവർ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നെങ്കിൽ അവർക്ക് ബെറ്റർ ഓപ്ഷൻസ് നോക്കാൻ അവർ നിർബന്ധിതരാകും. അല്ല, ഈ BJP യിൽ നിൽക്കുന്ന കാലത്തോളത്തോളം അവർക്കുണ്ടാകുന്ന ഈ പുരുഷ കേസരികൾ അവരെ വെട്ടിമാറ്റി പുരുഷ കേസരി എന്നൊക്കെ പറയാം. നടക്കടാണ്. അല്ല, എന്താവട്ടെ, BJP യിലെ പുരുഷ കേസരികൾ എന്ന് വെച്ചോളൂ. മറ്റുള്ളവരെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ത്രീകൾക്ക് മാന്യത കൊടുക്കുന്നവരാണ് കേസരികൾ എന്ന് പറയാറ്. അതില്ലാത്തവരും മാന്യത വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. അവരിപ്പോൾ അരൂരിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അവർ കായംകുളത്ത് എല്ലാ പ്രവർത്തനങ്ങളും റെഡിയാക്കി അവിടെ വേരുറപ്പിക്കാൻ പോകുമ്പോൾ, അവിടെ എല്ലാ അടിത്തട്ടിലും പ്രവർത്തനം നടത്തുമ്പോൾ അവരെ അവിടുന്ന് മാറ്റുന്നു. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്താ അറിയോ, ഈ കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പഞ്ചായത്തുകൾ നേടിയിട്ടുള്ള ജില്ല ഏതാ അറിയോ? BJP ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലാണ് 8 പഞ്ചായത്തുകൾ നേടിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ശരിക്ക് ശോഭാ സുരേന്ദ്രൻ. മാത്രമല്ല വോട്ടിംഗ് പെർസെന്റേജ് പലയിടത്തും കൂടുതലും 22% വോട്ടിംഗ് ഷെയർ കിട്ടിയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്, തിരുവനന്തപുരം അല്ല. അപ്പൊ തിരുവനന്തപുരം ജില്ലയെക്കാൾ പോലും അത്രയില്ല. ഇല്ല, വേറെ എവിടെയില്ല. കേരളത്തിൽ എവിടെയില്ലാത്ത വിധത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ 22% വോട്ടിംഗ് ഷെയർ കിട്ടിയത്, 8 പഞ്ചായത്തുകൾ കിട്ടിയത്, പല മുനിസിപ്പാലിറ്റിയിലും സെക്കൻഡ് സ്ഥാനം നേടിയത്, എല്ലാ സ്ഥലത്തും ഫൈറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ വീണ്ടും വെട്ടേറ്റ് വീഴുമോ, വെട്ടേറ്റ് വീണ പൂവ് എന്നൊക്കെ പറയില്ലേ, വെട്ടേറ്റ് വീണ പൂവായി മാറുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. മാന്യതയുണ്ടായിരുന്നു. ചവിട്ടാണിത്, ചവിട്ടേറ്റ് വീണ പൂവ്. വെട്ടേറ്റല്ല, ചവിട്ടേറ്റ് വീണോ എന്ന് പറയുന്ന വീണ പൂവ്. കാരണം ഇവരൊരു ചവിട്ടും തുപ്പും കേൾക്കാനുള്ള ഒരാള് മാത്രമായി എല്ലാ കാലത്തും ശോഭാ സുരേന്ദ്രൻ നിൽക്കുക. ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കേന്ദ്രത്തിലെ നല്ല അക്കോമഡേഷൻ കൊടുക്കുന്നു. സുഷമാ സ്വരാജ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കോൺഗ്രസിന്റെ കാലത്ത് പോലും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അല്ല, അവരെ ഇവിടുന്ന് ഇതാക്കുന്ന അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ഒന്നിക്കുകയാണല്ലോ. ശോഭാ സുരേന്ദ്രൻ വേണ്ട, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന BJP പ്രസിഡന്റ് അല്ലായിരുന്നു അവര്. അല്ല, ആകേണ്ടതായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ ആകേണ്ടതായിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ അരൂരിൽ മത്സരിക്കുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കായംകുളം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചിരിക്കുന്നു, അവിടെ നിന്ന് അവരെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. അങ്ങനെ ചെയ്യും.